പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട പ്രതിഭാസത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ എപ്പിസോഡ് ചെയ്തിരിക്കുന്നത്. നാട്ടിലിപ്പോൾ സാധാരണ നിലയിൽ ഒരു ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം പലപ്പോഴും ആദ്യകാലത്ത് സ്മൂത്തായി പോവുകയും പിന്നീട് പല കാരണങ്ങളാൽ വഷളാവുകയും ചെയ്യും. ഞാനിപ്പോൾ ഭാര്യ-ഭർത്തൃ ബന്ധത്തെക്കുറിച്ചല്ല പറയുന്നത്, കാമുകി കാമുകന്മാരും തമ്മിലുള്ള ശാരീരിക ബന്ധത്തെക്കുറിച്ചിട്ടുള്ള വിവരമാണ്. ഇങ്ങനെയുള്ള ബന്ധം വളരെ നാളുകളോളം തുടരും. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ ഈ ബന്ധം കൂടുതൽ നാൾ തുടർന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നും മറ്റ് പല കാരണങ്ങളാലും ഈ ബന്ധം തകർന്നു കഴിഞ്ഞാൽ നേരെ ഇതിൽ പങ്കാളിയായ സ്ത്രീ കോടതിയെ സമീപിക്കും. ആക്ഷേപിക്കുന്നത് പീഡന കുറ്റം ആണ്. പീഡന കുറ്റം ചുമത്തി ഇത്ര നാളും കൂടെ സഹവാസത്തോടുകൂടി കഴിഞ്ഞിരുന്ന, പരസ്പര സമ്മതത്തോടുകൂടി ബന്ധപ്പെട്ടിരുന്ന ഈ പുരുഷനെതിരെ ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് കോടതിയെ സമീപിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു തുടർക്കഥയാണ്. വ്യാപകമായി ഇത്തരം പരാതികൾ കോടതിയുടെ മുമ്പാകെ വരുന്നുണ്ട്. പോലീസിനും വലിയ തലവേദനയാണ്. ആദ്യം പോലീസിനെ സമീപിക്കും, തുടർന്ന് പലരും കോടതിയെ സമീപിക്കും. പോലീസിനെ സമീപിക്കാതെയും കോടതിയെ സമീപിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം തന്നെ ഇപ്പോൾ സുപ്രീം കോടതി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത്തരം പരാതികളിൽ പലപ്പോഴും അടിസ്ഥാനപരമായ ചില വസ്തുതകൾ പരാതിക്കാരി കണ്ടില്ലെന്ന് നടിക്കുന്നു, അഥവാ ആ അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും പരാതിക്കാരി മാറി നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ശാരീരിക ബന്ധം വർഷങ്ങളോളം നിലനിർത്തിയതിന് ശേഷം അതിന് പിന്നീടുള്ള സമയം പീഡനം ആണ് നടന്നത് എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് അത് ക്രിമിനൽ കുറ്റമായി ആരോപിച്ചു വരുന്ന ഈ കേസുകളിൽ യാതൊരു ആർജവത്വവും ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഈ കേസ് സുപ്രീം കോടതി തള്ളിക്കളയുകയും ചെയ്തു. പീഡന കുറ്റം നിലനിൽക്കില്ല എന്ന് തന്നെ കോടതി അസന്നിഗ്ധമായി പറഞ്ഞു. വി നാഗരത്നയും കോടീശ്വർ സിംഗും അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഒരു പ്രതിഷേധവും, കോടതി എടുത്തു പറഞ്ഞതാണ്, ഒരു പ്രതിഷേധവും ഇല്ലാതെ ബന്ധം തുടരും. ബന്ധം തുടരുന്ന കാലത്ത് പ്രതിഷേധവുമില്ല, പീഡന കുറ്റവും നടന്നതായി ആക്ഷേപവും ഇല്ല. ബന്ധം ആ തരത്തിൽ സ്മൂത്തായി തന്നെ തുടരും. പക്ഷേ ബന്ധം തകരുന്ന ഒരു സംഭവം എപ്പോഴെങ്കിലും ഇവർ തമ്മിൽ ഉണ്ടായാൽ അപ്പോൾ ക്രിമിനൽ കേസുമായി വരികയും ചെയ്യും. ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾ അനുവദിച്ചാൽ അത് ഗുരുതരമായ പ്രശ്നം നാട്ടിൽ ഉണ്ടാക്കും എന്ന് തന്നെ സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള കേസുകൾ വളർന്നു വരുന്നത് അനുവദിക്കരുതെന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ നിഗമനം. ഇത് ദുരുപയോഗം ചെയ്യുകയാണ്. പീഡനക്കുറ്റത്തിന് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പലപ്പോഴും പല സ്ത്രീകളും കോടതിയെ സമീപിക്കുന്നത്. സിവിൽ ബന്ധങ്ങളൊക്കെ തന്നെ ക്രിമിനൽ ബന്ധത്തിൻ്റെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കേസിലേക്ക് വലിച്ചിഴക്കരുത് എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ള സൂചന. നവി മുംബൈയിലെ ആണ് ഈ കേസ് നടന്നത്. അവിടെ ഇതിന് ആക്ഷേപിച്ചുകൊണ്ട് ഒരു സ്ത്രീ നൽകിയ പീഡന കേസ് സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു. ഇതിലെ കഥാപാത്രം, അതായത് പരാതിക്കാരി, ഒരു വിധവയാണ്. ഈ വിധവ ആക്ഷേപം ഉന്നയിച്ചത് ഈ പുരുഷൻ, അതായത് എതിർ കക്ഷി, വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഏറെ നാളുകളായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തനിക്ക് മാര്യേജ് വാഗ്ദാനം നൽകി, അത് പിന്നെ മറന്നുകൊണ്ട് പുരുഷൻ തന്നെ ഇപ്പോൾ തള്ളിപ്പറയുന്നു. ഇത്ര നാളും തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് വന്ന പുരുഷൻ പറഞ്ഞത് താൻ മാരീഡാണെന്നുള്ള കാര്യം ഈ സ്ത്രീക്ക് അറിയാമായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് അവർ താനുമായി ബന്ധം തുടർന്നത്. ഞാൻ ഒരിക്കലും പീഡനം എന്ന നിലയിൽ ഈ സ്ത്രീയെ സമീപിച്ചില്ല. അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്.
സാമ്പത്തികപരമായി ഞാൻ നൽകിക്കൊണ്ടിരുന്ന സഹായം നിർത്തിയപ്പോൾ അവർ എനിക്കെതിരെ ക്രിമിനൽ കുറ്റവുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്ന് ഈ പ്രതിസ്ഥാനത്ത് വന്ന പുരുഷൻ പറഞ്ഞു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഭർത്താവ് തന്നെയാണ്, അദ്ദേഹം മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ്, അതിൽ കുട്ടികളുമുണ്ട്. പക്ഷേ വിധവയായ ഈ മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ അത് സമ്മതത്തോടു കൂടിയുള്ള ശാരീരിക ബന്ധം തന്നെയാണെന്നും അദ്ദേഹം അംഗീകരിക്കുന്നു. പക്ഷേ ഈ സ്ത്രീ പറഞ്ഞത് എന്നെ കല്യാണം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാണ് വർഷങ്ങളോളം പീഡിപ്പിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ കോടതി പറഞ്ഞത് അങ്ങനെ നിങ്ങളുടെ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല, നിങ്ങൾ ഇത്ര നാളും യാതൊരു തരത്തിലുള്ള ആക്ഷേപമോ ആരോപണമോ ഇല്ലാതെ ഈ പുരുഷനുമായി ബന്ധം തുടർന്നു വന്നിരുന്ന സ്ത്രീയാണ്. ഇപ്പോൾ ബന്ധം അവസാനിച്ചതിന് നിങ്ങൾക്ക് മറ്റൊരു കാരണം പറയാനും ഇല്ല. യഥാർത്ഥത്തിൽ ഇത് പീഡനം എന്ന് പറയുന്ന കുറ്റം ചാർത്തപ്പെടാൻ ഉതകുന്നതല്ല നിങ്ങളുടെ സമീപനം. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി കേസ് റദ്ദാക്കി ഈ പുരുഷന് വെറുതെ വിട്ടു. ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കുക, പലപ്പോഴും പല സ്ത്രീകളും നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പുരുഷനിൽ നിന്നും ആവശ്യമുള്ള സമയത്തെല്ലാം സാമ്പത്തികപരമായ സഹായങ്ങളും മറ്റ് സഹായങ്ങളെല്ലാം നിർലോഭം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹവുമായി ബന്ധം തുടരും. തുടർന്ന് എപ്പോഴെങ്കിലും അവർക്ക് ഒരു ഇതിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരുന്ന സാഹചര്യം വരുമ്പോൾ പീഡനം എന്നത് ഒരു മറയാക്കിക്കൊണ്ട് പുരുഷനെ പ്രതിക്കൂട്ടിൽ കയറ്റും. കോടതിയിൽ കയറ്റി പുരുഷനെ പീഡിപ്പിക്കുന്നത് ഈ നാട്ടിലെ ഒരു സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാനല്ല, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെയാണ്. സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഈ കേസിൽ തന്നെ അത് പലവട്ടം പരാമർശിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സ്ത്രീ പുരുഷ ബന്ധം പവിത്രമാണ്. വിവാഹ ഇതര ബന്ധങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുമാണ്. പലപ്പോഴും ഒരു സെക്കൻഡറി റിലേഷൻഷിപ്പ് പലരും സൂക്ഷിക്കുന്നുണ്ട്. അത് പരസ്പര സമ്മതത്തോടു കൂടി ഉള്ളത് ആണ് എന്നുള്ളതാണ് ഈ പീഡനം ചാർത്തപ്പെടുന്നത് വരെയുള്ള വിവക്ഷ. പീഡനം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ പിണങ്ങുന്നതിന് പല കാരണങ്ങൾ കാണും. അങ്ങനെ കാരണങ്ങളാൽ ഇവർ പിണങ്ങുമ്പോൾ പീഡനക്കുറ്റം ചുമത്തും. അവനെ ഞാനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം എന്ന നിലപാടിലേക്ക് സ്ത്രീകൾ നീങ്ങും. അങ്ങനെ പാഠം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ തരത്തിലുള്ള കേസുകളുമായി പുരുഷനെതിരെ നീങ്ങുന്നത്. പക്ഷേ അത് കോടതി എപ്പോഴും അംഗീകരിച്ചു കൊടുക്കും എന്ന് ആരും കരുതേണ്ടതില്ല. നിങ്ങൾ ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് അത് നടക്കുന്നത്. പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും അവരുടെ ഉഭയസമ്മതപ്രകാരം അവർക്ക് തീർച്ചയായിട്ടും ബന്ധങ്ങൾ ഉണ്ടാക്കാം, അത് തുടരുകയും ചെയ്യാം. പക്ഷേ അത് ഇല്ലാതാകുമ്പോൾ അവിടെ പീഡനം സംഭവിച്ചു എന്ന് ആക്ഷേപവും കൊണ്ടുവരാൻ പറ്റുകയില്ല. സമ്മതം കൊടുത്ത ഒരു വ്യക്തിക്ക് പീഡനക്കുറ്റം ആരോപിക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം. നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് നിങ്ങൾ തെളിയിക്കാത്തിടത്തോളം നിങ്ങളുടെ സമ്മതത്തോടു കൂടിയുള്ള ബന്ധമാണ് നടന്നത് എന്ന് വ്യാഖ്യാനിക്കപ്പെടാമെന്ന് ഓർത്തിരിക്കും.